ഇന്നത്തെ ജനറേഷൻ കുട്ടികളൊക്കെ ഇല്ലേ, ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടല്ലേ നമ്മളോട് വന്നുകൊണ്ട് പറയണത്. കാരണം ഇത് ഇന്ന ദിവസം ഞങ്ങൾ ടൂർ പോകുന്നുണ്ട്, ഞങ്ങൾ 3-5 ഫ്രണ്ട്സൊക്കെ കൂടി ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണെന്ന്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ അത് അവർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കിടെ സമയത്തൊന്നും നമുക്ക് കിട്ടാത്തൊരു ഭാഗ്യമായിട്ട് നമ്മളതിനെ സന്തോഷത്തോടു കൂടി അവർക്ക് പറയും പൊയ്ക്കോ എന്ന് പറയും. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറ്റിച്ചൊരു കാലം നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മളൊക്കെ സ്കൂളിൽ അന്നൊക്കെ വല്ല കാലത്തുമാണ് ഒരു ടൂറൊക്കെ സ്കൂളിൽ നിന്ന് വർഷത്തിലൊരിക്കലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ വന്നിട്ട് നമ്മുടെ വീട്ടിലെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറയുമ്പോൾ അവർ പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? അവർ പറയുന്നതാണ്, ദേ കല്യാണം കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പൊക്കോ, കല്യാണത്തിന് മുൻപ് പരിപാടിയൊന്നും വേണ്ട, കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായില്ലേ എന്ന് നമ്മളോട് പറയും. നമ്മളത് വിശ്വസിച്ചു. അങ്ങനെയൊന്നും ഇപ്പോഴത്തെ പിള്ളേരോട് പറയാൻ വേണ്ട. ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് അവർക്കറിയാം, അവരത് ആസ്വദിക്കുന്നുമുണ്ട്. നമ്മളെപ്പോലെ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയൊക്കെ നമ്മൾ ടൂറ് പോയെന്നും എന്തെല്ലാം നമുക്ക് കിട്ടിയെന്നും ഒക്കെ നമുക്ക് തന്നെ അറിയാം. പോയവരും ഉണ്ട് കേട്ടോ, പോകാത്തവരും ഉണ്ട്. കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും ഒക്കെ ഓർത്തിട്ട് പോകാത്തവരും, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയവരും ഉണ്ടാകാം. പക്ഷെ കൂടുതലും ഭാഗ്യം കുറഞ്ഞവരായിരിക്കാനാണ് സാധ്യത. എല്ലാവരും അച്ഛൻ്റെ അമ്മയുടെയും പറ്റിക്കലിൽ പെട്ടുപോയവരായിരിക്കും. ശരിയല്ലേ?